ഹലോ ഗൈസ്, വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്ന് നമ്മൾ സ്കിൽസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ പുതുതായിട്ടൊരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കാം. എന്നെ സംബന്ധിച്ചോളം ഞാൻ എങ്ങനെയാണ് ഒരു സ്കില്ല് പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കുകയെന്ന് വെച്ചാൽ, ആദ്യം എനിക്കിപ്പോൾ ഒരു ഡ്രോയിങ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. എനിക്കൊരു ഡ്രോയിങ് സ്കില്ലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് ഡ്രോയിങ് ചെയ്യാനുള്ള കഴിവാണ് എനിക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, ആദ്യം ജസ്റ്റ് ഡ്രോയിങ്ങിൻ്റെ ബേസിക്സ് നോക്കും. എന്നിട്ട് ആദ്യം ആ ബേസിക്സ് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ബേസിക്സ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ബേസിക്സിൽ നിന്ന് നമ്മുടേതായിട്ടൊന്ന് ഇതിൽ ഞാൻ വരക്കാൻ നോക്കും. അങ്ങനെ വരക്കാൻ ശ്രമിച്ചിട്ട് തെറ്റൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ നോക്കും. എന്നിട്ട് ആ ഒരു വീഡിയോ അനുസരിച്ച് ഞാൻ വരക്കാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ ഞാൻ ട്രൈ ചെയ്യും. അല്ലെങ്കിൽ സിമ്പിൾ മെത്തഡായിട്ടുള്ള വരക്കൽ ഇതൊക്കെ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ട്രിക്സ് ആൻഡ് ടിപ്സൊക്കെ ഞാൻ എന്ത് ചെയ്യും നോക്കി അത് ഞാൻ പഠിച്ചെടുക്കും. എന്നിട്ട് അതൊക്കെ ഞാൻ ചെയ്യും. നമ്മൾ പുതുതായിട്ടൊരു സ്കില്ല് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഇതിനുള്ള വേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. നമ്മളൊരു സ്കില്ല് പഠിച്ചെടുക്കാൻ നമുക്കിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡാൻസ് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എത്രത്തോളം സ്റ്റെപ്സ് ഉണ്ടാവും നമുക്കറിയാം. ഒരു ഡാൻസിൽ ഇപ്പോൾ നമുക്ക് ഡാൻസിൽ സ്റ്റെപ്സ് എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ ആ ഒരു സ്റ്റെപ്സൊക്കെ നമുക്ക് പഠിച്ചെടുക്കാനെങ്കിൽ ഒരു വേദിയിൽ പെർഫോം ചെയ്യാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അത് അപ്പോൾ നമ്മളൊരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാൻസും പറയും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കും, നമ്മൾ നീന്തക്കം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പണ്ടെപ്പോഴോ പഠിച്ചതാണ്. പക്ഷേ പിന്നീട് നമ്മൾ ഒരിക്കലും മറന്നിട്ടില്ല. കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ എന്ന് പറഞ്ഞ് വിചാരിക്കുമ്പോൾ എനിക്കിപ്പോൾ അത് അങ്ങനെ തന്നെ തോന്നുന്നത്. കാരണം പണ്ടെപ്പോഴോ നമുക്ക് ആദ്യം നീന്തക്കം അറിഞ്ഞിരുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്തൊക്കെ പിന്നെ നമുക്കൊരു നല്ലൊരു സ്കില്ലായി മാറിയത്, അതായത് നമ്മളുടെ എക്സ്പീരിയൻസായി നമുക്ക് നല്ലൊരു സ്കില്ല് അവിടെ ലഭിച്ചു. സ്വിമ്മിങ് എന്ന് പറഞ്ഞ സ്കില്ല്. ഇതുപോലെ തന്നെ നമ്മൾ പണ്ട് സൈക്കിൾ ഓട്ടാൻ നമുക്ക് അറിയില്ല. അപ്പോൾ സൈക്കിൾ ചെയ്യാൻ നോക്കുമ്പോൾ അതും നമുക്കൊരു സ്കില്ലായി, ഒരു കഴിവായി. അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചെടുക്കുമ്പോൾ നമുക്കത് ഓരോ കഴിവാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ആ ഒരു വ്യക്തി ഇംഗ്ലീഷിലെ പദങ്ങൾ ഇങ്ങനെ പദങ്ങൾ ഒരുപാടധികം പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ഇങ്ങനെ നോക്കി അവസാനം ആ വ്യക്തിക്ക് കുറച്ചൊക്കെ വാക്കുകൾ യോജിപ്പിച്ച് പറയാനും കഴിയും. ഇപ്പോൾ അങ്ങനെ ഇന്ന് ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ യോജിപ്പിച്ചിട്ടും പിന്നെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാനും ആ ഒരു വ്യക്തിക്ക് മനസ്സിലാവും. പിന്നെ ആ വ്യക്തി മറ്റുള്ള വ്യക്തികൾ പറയുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ ഒരു വാക്കുകൾ വെച്ച് പഠിക്കും. പിന്നെ അതുപോലെ മറ്റുള്ളവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുന്ന അയാൾ അങ്ങനെ മറ്റുള്ളവരിൽ നിന്നും ആൾ ലെസൺ ചെയ്യും. മനസ്സിലായോ? ആൾ പഠിക്കും. അങ്ങനെയാണ് ആ ഒരു വ്യക്തിക്ക് ആ ഒരു സ്കില്ല് ഇത് ചെയ്യാൻ നിൽക്കുക. അതൊരു നമുക്കൊരു സ്കില്ല് വേണമെന്നുണ്ടെങ്കിൽ ആ സ്കില്ല് പഠിച്ച് അല്ലെങ്കിൽ ആ സ്കില്ല് അറിയുന്ന ഒരാളോട് നമുക്ക് അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ അടുത്തൊരു കരാട്ട ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ കരാട്ട ക്ലാസ് ചെയ്യുന്ന ഈ ഒരു ആളുണ്ടാവും. ആൾക്ക് നല്ലോണം കരാട്ട അറിയായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ അയാൾ കരാട്ട ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അയാളേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കരാട്ട ക്ലാസ് പഠിക്കാൻ പറ്റും. അതായത് കരാട്ട പഠിക്കാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മളൊരു സ്കില്ല് പറ്റുക. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും. അതിന് റിസർച്ച് എന്നാണ് പറയുക. അതായത് സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് നമ്മളെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഡ്രോയിങ് ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഒരു പാട്ടിൻ്റെ കാര്യം നോക്കുമ്പോൾ പാട്ട് നമുക്ക് പാടാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ സൗണ്ട് ഇതായില്ല. അതിപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂടിയെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ശബ്ദം വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ പാടിയ ശരിയായെന്ന് വരില്ല. പക്ഷേ ഈ ജനിച്ചപ്പോൾ തന്നെ ചില നല്ല സൗണ്ട് ഉള്ള വ്യക്തികളുണ്ടാവും. അവരൊക്കെ പാടിക്കാൻ നല്ല ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ചിന്തിക്കും എനിക്കും അതുപോലെ പാടാൻ പറ്റും. നമ്മളൊരു കാര്യം പറയാം, നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല, പക്ഷെ പറ്റും എന്ന് പറഞ്ഞാൽ പറ്റും. അതാണ് സത്യം. നമ്മളിപ്പോൾ എനിക്ക് പാടാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് എനിക്ക് ഒരു പാട്ടുകാരനാവണം എന്ന് വിചാരിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാട്ടുകാരനാകാൻ പറ്റും. അത് നമ്മളെ സൗണ്ടിൻ്റെ കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇനി അഥവാ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു പാട്ടുകാരാണ് ഞാൻ ചിന്തിക്കുക വെച്ചാൽ എൻ്റെ സൗണ്ടിൻ്റെ ആ ഒരു വോയിസിനെ എങ്ങനെ മാറ്റാം. അപ്പോൾ ചിലർ പണ്ടത്തെ കാലത്തൊക്കെ പറയും എന്തോ ഒരു കുളത്തിലൊക്കെ മുങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒരു വെള്ളം ഇത്ര ഇതിൽ നിന്ന് കഴിഞ്ഞാൽ എന്തോ സൗണ്ടൊക്കെ നല്ല രീതിക്ക് ആവും. അതേപോലെ അതൊന്നും എനിക്കറിയില്ല, അത് സത്യമാണോ എനിക്കറിയില്ല. അപ്പോൾ അതുപോലെ നമുക്കൊരു കാര്യം വേണമെങ്കിൽ ഒരു സ്കില്ല് വേണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതായത് ആ ഒരു സ്കില്ലിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു സ്കില്ല് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് ആ സ്കില്ല് നല്ലോണം അറിയുന്ന ആൾക്കാരോട് അഭിപ്രായങ്ങൾ ചോദിച്ചാൽ. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടീച്ചിങ് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളിപ്പോൾ
ഒരു ടീച്ചറാണെന്നെങ്കിൽ ടീച്ചിങ് സ്കില്ല് നമുക്ക് വേണം. ടീച്ചിങ് സ്കില്ല് എങ്ങനെ, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ടീച്ചറൊക്കെ തന്നെ നമ്മളെങ്ങനെ നോക്കുന്നു, അവർ നമ്മുടെ നോട്ട് നോക്കുന്നു, അതുപോലെ നമ്മളെ ചെയ്യുന്നു. അതൊരു സ്കില്ലാണ്. ഈ ഒരു സ്കില്ല് ഒരു ജോബിന് ആവശ്യമാണ്. അതേപോലെ ഓരോ ജോബ്സിനും ഓരോ സ്കിൽസ് ആവശ്യമാണ്. ഇപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ഒരുപാടധികം സ്കിൽ ആവശ്യമാണ്. അതായത് പേഷ്യൻസ് വേണം. ആ പേഷ്യൻസ് ഒരു സ്കില്ല് തന്നെയാണ്, ഒരു കഴിവ് തന്നെയാണ്. ഒരു പരിധി വരെയ്ക്ക് മനുഷ്യന്മാർക്ക് ഞാൻ പറയുകയാണെങ്കിലും ക്ഷമയുള്ളവരുണ്ട്, ക്ഷമയില്ലാത്തവരുണ്ട്. പക്ഷേ പേഷ്യൻസ്, ക്ഷമ എന്ന് പറഞ്ഞൊരു സ്കില്ല് തന്നെയാണ്. പിന്നെ അതുപോലെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വയ്ക്കുക. അതായത് നമുക്ക് പലപ്പോഴും ദേഷ്യം വരും, നമുക്ക് പലപ്പോഴും പലതും വരും, കാമം വരും, സ്നേഹം വരും, അങ്ങനെ ഒരുപാട് ഇത് വരും, വികാരങ്ങൾ വരും. പക്ഷേ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്കില്ല് തന്നെയാണ്, അതൊരു കഴിവ് തന്നെയാണ്. സ്കിൽ മീൻസ് കഴിവ്. നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാടധികം കഴിവുകൾ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിൽ നല്ല പേഷ്യൻസ് വേണം, അതുപോലെ തന്നെ ആ ഒരു ഡിസൈനിൻ്റെ ഒരു ഇത് വേണം, അങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ വേണം, അങ്ങനെ ആ ഒരു ഇതൊക്കെ വേണം, നല്ല സ്കില്ല് വേണം. പിന്നെ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ ആ ഒരു വീഡിയോയിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റും, അങ്ങനെ ആ ഒരു മറ്റുള്ള ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ ഒരു സ്കില്ലൊക്കെ വേണം. അങ്ങനെ ഒരുപാടധികം. ഇപ്പോൾ ഞാനൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് എന്താണ് പറയുന്നത് വെച്ചാൽ, ഒരു വ്യക്തിയോട് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം. ആ ഒരു വ്യക്തിയുടെ നമ്മുടെ ബോഡി ലാംഗ്വേജൊക്കെ മുൻനിർത്തി, അതായത് നമ്മുടെ ബോഡി ലാംഗ്വേജോടെ ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് പോകാൻ വേണ്ടി നമുക്ക് എങ്ങനെയായിരിക്കും നമ്മളത് ചെയ്യുക, അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത്. അത് നമ്മൾ മറ്റൊരു വ്യക്തിയോട്, ഇപ്പോൾ ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ മറ്റൊരു ബിസിനസ് മാനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്യാവശ്യമാണ്. കാരണം അങ്ങനെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് നന്നായിട്ട് പോവുള്ളൂ. അതാണ്, നമ്മളിപ്പോൾ ഒരു ബിസിനസ് മേഖല ആയിക്കോട്ടെ, വേറെ എവിടെ ആയിക്കോട്ടെ, നമുക്ക് പ്രസംഗിക്കേണ്ടി വരും, നമുക്ക് പറയേണ്ടി വരും, ഒരുപാടധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മുടെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരു സ്കില്ല് തന്നെയാണ്. ഇപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ല് തന്നെയാണ്. കാരണം ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഒരുപാടധികം വ്യക്തികളെ നമ്മൾ നയിച്ചുകൊണ്ട് നമ്മൾ ലീഡറാക്കും. ആൽഫ മെയിൽസ്, സിഗ്മ മെയിൽസ് ഉണ്ട്. ഇതിൽ പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും പറയണം. ആൽഫ മെയിൽസ് തൻ്റെ പവറും ഉണ്ട്, അതായത് തൻ്റെ കോൺഫിഡൻസ് കൊണ്ടും പിന്നെ തൻ്റെ നോളേജ് വെച്ചിട്ടാണ് ഇതിനെ ഒരു ലീഡറായി ഇത് ചെയ്യുന്നത്. പക്ഷേ ഒരു സിഗ്മ മെയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ തന്നെ ഒരു മാതൃകയാക്കിയിട്ട് കാണിച്ചു കൊടുത്ത് ഇതാക്കാം. ഇത് രണ്ട് ഇതാണ്, അതാണ്. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. മനസ്സിലായോ? ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിന് വേണ്ടി പരിശ്രമിക്കുക. അതായത് എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാൻ കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങ് എടുത്ത് വെച്ചേക്ക്, ബാക്കിയൊക്കെ പിന്നെ. ആദ്യത്തെ ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. അപ്പോൾ അതിപ്പോൾ എനിക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണമെങ്കിൽ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ലീഡർ ആവാൻ ശ്രമിച്ച് നോക്കും. അതിപ്പോൾ ചിലപ്പോൾ പാളിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ശ്രമിച്ച് നോക്കും. ഞാൻ ആദ്യം ഒരു ലീഡർ ആവാൻ എനിക്ക് പറ്റുമോ? അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം വേറെ എന്തെങ്കിലും കാര്യത്തിലായിക്കോട്ടെ, എനിക്ക് ലീഡറാകാൻ പറ്റും, ഞാൻ അത് ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം ഞാൻ പുറത്തുനിന്ന് അനലൈസ് ചെയ്യും, മനസ്സിലാക്കും. അങ്ങനെയൊക്കെയാണ് ലേണിങ്. അങ്ങനെ നമ്മൾ ഓരോരോ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. 24 hours സ്കില്ല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഒരു എൻ്റെ ഒരു ഇതിൽ സ്കില്ല് പഠിച്ചെടുക്കണമെന്നെങ്കിൽ അത്യാവശ്യം ടൈമൊക്കെ ആവശ്യമുണ്ട്. അതിപ്പോൾ ഡ്രോയിങ് ആയിക്കോട്ടെ, പെയിൻറ്റിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡാൻസ് ആയിക്കോട്ടെ, സിംഗിങ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാടധികം ടാലൻറ്റ് ആൻഡ് സ്കിൽസ് എന്നൊക്കെ പറയുന്നത്. ടാലൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനിച്ചപ്പോൾ തന്നെ കിട്ടുന്ന അങ്ങനത്തെ ഒരു ഇതാണ് സംഭവമാണ് ടാലൻറ്റ്. അപ്പം അങ്ങനെ അതൊക്കെ നേടിയെടുക്കാൻ കാരണം നല്ല റിസ്ക്കാണ്. പക്ഷെ എന്നാലും നമ്മൾ ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു ഇതുണ്ട്, ഹാർഡ് വർക്ക് ബീറ്റ് ടാലൻസ്. അപ്പോൾ റൊണാൾഡോ തെളിയിച്ച് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ പറയാനുള്ളത്. അതായത് നമ്മൾ വിചാരിക്കും നമുക്ക് എന്ത് ചെയ്യില്ല, അത് ഓൾറെഡി കഴിവില്ലൊക്കെ പറ്റുള്ളൂ. പിന്നെ എന്താ, റൊണാൾഡോക്ക് ഓൾറെഡി കഴിവൊന്നും ഉണ്ടായിരുന്നില്ല, കളിച്ചുണ്ടാക്കിയതല്ലേ. അതേപോലെ ഹാർഡ് വർക്ക് ചെയ്ത് അവസാനം കിട്ടിയില്ലേ. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക, നമുക്കവിടെ എത്തിച്ചേരാൻ പറ്റും. അവിടെ ടാലൻറ്റ് ഉണ്ടാവണമെന്നൊന്നുമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് കഷ്ടപ്പെടുകയാണെങ്കിൽ, ഡെഡിക്കേഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്തും എന്ന് പറഞ്ഞാൽ എത്തും. അതൊക്കെ അത്രയേ ഉള്ളൂ.